ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു വിനായക ചതുർത്ഥി ദിവസം കണ്ടാലോ? അപ്പോൾ കാലത്ത് തന്നെ എഴുന്നേറ്റ് വന്നപ്പോൾ നല്ല മഴയായിരുന്നു. ആ പുറകിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പാടത്തൊക്കെ ഫുള്ള് വെള്ളം കയറി കിടക്കുമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ സീരീസൊക്കെ ഇരുന്ന് കണ്ടു. കൂട്ടത്തിൽ ഓരോ ബിങ്കോ ഒക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ മഴയാകുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കാനൊരു തോന്നലുണ്ടല്ലോ, അങ്ങനെ. അതിനുശേഷം സീരീസൊക്കെ കണ്ടു കഴിഞ്ഞ് ഉച്ചയായപ്പോഴത്തേക്കും നമ്മൾ സോയാബീൻ ഒരു റൈസും പിന്നെ സോയാബീൻ വറുത്തതാണ് ഉണ്ടാക്കിയിരുന്നത്. കാരണം കറിയൊക്കെ ഉണ്ടാക്കാൻ നല്ല മടിയാണ്. അപ്പോൾ ഇതുപോലെ യൂട്യൂബൊക്കെ നോക്കി എന്തെങ്കിലും തട്ടിക്കൂട്ട് റൈസൊക്കെ നോക്കും. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, കഴിക്കാൻ പറ്റുമായിരുന്നു. അങ്ങനത്തെ ഒരു സോയാബീൻ റൈസും പിന്നെ സോയാബീൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി. അതിന് ശേഷം വൈകുന്നേരം ആയപ്പോഴേക്കും എന്താ കട്ടൻ ചായയൊക്കെ എടുത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കുറച്ച് ശർക്കര വരട്ടി, ആകെ ഒരു 5-6 ഉണ്ടായിരുന്നുള്ളൂ. അതും കൂടെ കഴിച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മുടെ വിനായക ചതുർത്ഥിയുടെ പൂജ ഉണ്ടായിരുന്നു സ്കൂളിൽ. അപ്പം നമ്മളിവിടെ ആദ്യമായിട്ടാണ് കേട്ടോ, നമ്മളെ വീട്ടിലൊന്നും ഇത് സെലിബ്രേറ്റ് ചെയ്യാറില്ല. ഞങ്ങൾ ആദ്യമാണ് ഇങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ഗണപതിനെയൊക്കെ ഒരുക്കി പൂജയൊക്കെ ചെയ്തു. ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നല്ല ഇഷ്ടപ്പെട്ടു. നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പൂജയുടെ പ്രസാദമൊക്കെ കിട്ടി. അപ്പം അങ്ങനെ നമ്മളിതാ തിരിച്ച് റൂമിലെത്തിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ഫ്രണ്ട്സ്.